രക്ഷ നിനക്ക് വേണ്ടാത്തൊരു മൈക്രോ സെക്കൻഡ് പോലും ഇല്ല. ഒരു സൃഷ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സ്വയം രക്ഷകനാകണം. ഒരു സൃഷ്ടിയും സ്വയം രക്ഷകൻ അല്ല. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, 7 ആകാശവും അവനെ തസ്ബീഹ് ചെയ്യും. എന്തുകൊണ്ട്? അവയുടെ രക്ഷകൻ. വൽ അർളു, ഭൂമി സദാ നേരവും അവനെ ഓർക്കും. വൽ അർളു, ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഖുർആനാ, അല്ല കുടരവിടലല്ല. ഈ ഭൂമിക്ക് സദാസമയം ഉള്ള പണി എന്താ? അള്ളാനെ ഓർക്കുക, അള്ളാനെ പറയാം. എന്റെ അള്ളാഹു, അവന്റെ ഈ ഭൂമിയുടെ സൂര്യന്റെ സദാസമയമുള്ള പണി എന്താ? അള്ളാനെ ഓർക്കുക, അള്ളാനെ പറയാ. എന്റെ അവനെ വാഴ്ത്താത്ത ഒരു വസ്തുവും. എന്തുകൊണ്ട്? ആ വസ്തുക്കളുടെ എല്ലാം രക്ഷകൻ അവനാണ്. ഇബാദത്തുമൽ പരിഗണിച്ചാൽ ചെയ്തതെല്ലാം ഏറെയാണ്, രക്ഷയിൽ പരിഗണിച്ചാൽ ചെയ്തതെല്ലാം കുറവാണ്. കാരണം രക്ഷ സദാസമയം, ഇബാദത്ത് കുറച്ചേ. രക്ഷയിൽ പരിഗണിച്ചത് കൊണ്ടാണ് കക്കൂസിലിരുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉഫ്രാനൊക്കെ പറഞ്ഞു. കാരണം അവിടെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ നീ കഴിച്ചതൊക്കെ പുറത്താക്കി. നിന്നെ അള്ളാഹു സംരക്ഷിച്ചു വന്നു, നിന്റെ വേസ്റ്റ് പുറത്തേക്ക് പോയി. പക്ഷെ ഒരു അൽഹംദുലില്ലാഹ് പറയാനോടെ വകുപ്പില്ല. കാരണം അതൊരു വൃത്തികെട്ട സ്ഥലമാണ്. ഏറ്റവും പരിശുദ്ധന്റെ പേര് പറയേണ്ട സ്ഥലമല്ല അത്. പരിശുദ്ധന്റെ പേര് നീ ഓർക്കേണ്ടത് സദാ നേരം, അവിടെ ഓർക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ പുറത്തേക്ക് പെട്ടെന്ന് ചാടിയിട്ട് വേഗം നീ എന്ത് പറഞ്ഞു? മാപ്പാക്കണം. കാരണം ഓർമ്മ വേണ്ടാത്തൊരു നേരം നിനക്ക്, ഓർമ്മയില്ലാത്തൊരു നേരം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെ നിനക്ക് ഓർക്കാൻ വയ്യ. ഓർമ്മ വന്നപ്പോഴത്തിന് തെറ്റിച്ചു. കാരണം ചിലപ്പോൾ പടച്ചോൻ അവിടുന്ന് ഓർമ്മ വന്നാൽ തെറ്റിച്ചു. എന്തുകൊണ്ട്? ഇത് പടച്ചോൻ ഓർക്കേണ്ട സ്ഥലം അല്ല. പുറത്ത് ചാടിയപ്പോൾ ഉടൻ എന്ത് പറഞ്ഞു? ഫ്രാനക്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി ബാധ്യതയായി വരുന്നത്? ഇബാദത്തിന്റെ തലത്തിൽ ആലോചിക്കുമ്പോഴല്ല. ഉറങ്ങല്ലേ മനുഷ്യ. രക്ഷ നടക്കുന്നത് സാധാ മൈക്രോ സെക്കൻഡിലാണ്. ഒരു സെക്കൻഡിന്റെ 60 മൈക്രോ സെക്കൻഡാണ് ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ് ഒരു തുറഫത്തെ അയിനാണ്. അതിന്റെ മൈക്രോ സെക്കൻഡ്, അതിന്റെ മൈക്രോ സെക്കൻഡിൽ കാര്യം നടത്തുന്നവൻ അല്ലാഹു, രക്ഷിച്ചവനും അല്ലാഹു. അയ്യുക്കും 2000 കിലോമീറ്റർ അപ്പുറം നിന്ന് ആ സബയിലെ രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചു സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാം. അപ്പോൾ മിനൽ ജിന്ന് എന്തു പറഞ്ഞു? ഖബല അൻ തഖൂമ മിൻ മഖാമിക്, നിങ്ങൾ ഇരിപ്പിടത്ത് നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ സഭ പിരിയുന്നതിന് മുമ്പ് കൊണ്ടുവരാം. ശരി, എന്താ അർത്ഥ വാക്ക്? ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, മഹാഗ്രന്ഥജ്ഞാനിയായ ഒരാൾ, ദൈവിക ഗ്രന്ഥത്തിന്റെ ജ്ഞാനിയായ ഒരാൾ ആ സദസ്സിലുണ്ടായിരുന്നു. അയാൾ എന്തു പറഞ്ഞു? ഒരു തവണ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ്, ഒരു തവണ കണ്ണ് ചിമ്മി തുറക്കാൻ 1 സെക്കൻഡ് അതിന് മുമ്പ്. അപ്പോൾ മൈക്രോ സെക്കൻഡിൽ കാര്യം നടത്തും. എന്ത്? ഒരു മഹാസിംഹാസനം എവിടുന്ന്? ജെറൂസലേമിൽ നിന്ന് സഭയിലേക്ക് 2000 കിലോമീറ്ററാണ്. അത് മൈക്രോ സെക്കൻഡിൽ ചെയ്തു തരും. ആര്? അല്ലാഹ്. മനസ്സിലായില്ലേ? ചെയ്തു കൊടുത്തു. ആര്? അല്ലാഹ്. അപ്പൊ ഈ മൈക്രോ സെക്കൻഡിൽ പോലും നിനക്ക് രക്ഷ തരുന്നവനാണ് ആര്? അല്ലാഹ്. അല്ലാഹ്. അപ്പൊ ആ മൈക്രോ സെക്കൻഡിലും നീ അവനെ ഓർക്കണം. അവനെ നിനക്ക് അങ്ങനെ ഓർത്ത് തീർക്കാൻ കഴിയൂല. നീ ഒരു പിണ്ഡമാണ്, നീ ഒരു വ്യക്തിയാണ്. നിന്റെ ഓർമ്മയുടെ പാച്ചിന് ഒരു പരിധിയുണ്ട്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും പ്രകാശം. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും ഓർക്കാൻ നിനക്ക്, പടച്ചോനെ ഓർക്കാൻ നിനക്ക് കഴിയില്ല. അതിൻ്റെയും മുമ്പ് കാര്യം നടത്തി തരും ആര്? അല്ലാഹു. അപ്പോൾ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ നിനക്ക് കഴിയില്ല. പിന്നെ നിനക്ക് കരച്ചിലാണ്.
മനസ്സിലാണ്ട് പറഞ്ഞത്. വലിയ മുതലാളിച്ചിയുടെ മകളെ കിട്ടിയിട്ട് ഇവനും 1 ലക്ഷം റുപ്യ 1.5 ലക്ഷം റുപ്യന്റെ ശമ്പളം കിട്ടും. ഭൂലോക കോടീശ്വരിയായാണ് അവനെ അത്രയും വലിയ സ്നേഹിക്കുന്നുണ്ട്. ആ മാസത്തിൽ 1.5 ലക്ഷം ശമ്പളം കിട്ടിയിട്ട് ഓലെ കാലിന് ചോട്ട് കൊണ്ടേച്ചിട്ട് ഓനെ കരിച്ചിട്ടുണ്ട്. എന്ത് പിന്നെ എന്റെ വാപ്പ ഇന്നെപ്പോലത്തെ ഒരു പാവത്തിനെയാണ് എന്നെ കെട്ടിച്ചെന്നത്, എനിക്ക് ഇത്രയൊക്കെ കഴിയുള്ളിട്ടാ. അതല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല. കൊടുക്കുക എന്ന ലിസ്റ്റ് എന്ന് വായിച്ചാൽ, കൊടുക്കുക എന്ന ലിസ്റ്റ് എന്ന് വായിച്ചാൽ വേറെയല്ലേ. 1.5 ലക്ഷം കൂലി ശമ്പളം, 1 ലക്ഷം റുപ്യ പേരെ കൊണ്ടേ കൊടുത്തു. അപ്പോൾ ബാക്കി വെച്ചു, ബാക്കി പൈസയുടെ അപ്പൊ എന്നെ മറുപടി എനിക്ക് കഴിഞ്ഞുകൂടാൻ 1 ലക്ഷം തന്നെ ഏറെയല്ലേ, ഇന്നെ നമ്മളൊക്കെ ചെയ്യാ അങ്ങനെ ചോദിച്ചൂടെ. കൊടുക്കുക കൊടുക്കുക എന്ന ലിസ്റ്റിൽ നോക്കിയാൽ വേറെയല്ലേ. അർഹത എന്ന ലിസ്റ്റിൽ നോക്കിയാൽ കുറവാണ്. ഓളത്താത്താക്ക് മാസത്തിൽ താത്താന്റെ ഭർത്താവ് കൊടുക്കുന്നത് 10 ലക്ഷം. നിന്റെ കൂടെ ഇല്ല. അർഹത കിട്ടിയപ്പോ തന്നെ ഇവിടെ താത്താന്റെ ഭർത്താവ് ഒരു കമ്പനിയുടെ ലാഭം എഴുതി കൊടുത്തു. കമ്പനിക്ക് മാസത്തിൽ 100 കോടിയാ ലാഭം. അതൊക്കെ താത്താക്ക് കൊണ്ട് അത് എഴുതി കൊടുത്തിട്ടാണ് താത്താന്റെ ഭർത്താവ് കിട്ടിയത്. ഇവനാകെ 1.5 ലക്ഷമാണ്. അത് ആ 1.5 ലക്ഷം 1 റുപ്യ പോലും ഒരു ചായ നെയ്യപ്പം കുടിക്കാതെ കൊണ്ടേ കൊടുത്താ പിന്നെന്താ ചെയ്യുള്ളത്? പിന്നെ ഞാൻ സാധുവാണ്, ജവാപ്പാക്കണം, എനിക്ക് ഇതിനൊന്നും അല്ല അർഹത. എന്റെ താത്താനെ വെച്ച് നോക്കിയാൽ എനിക്ക് 100 കോടിക്കും അർഹത ഉണ്ട്. പക്ഷേ ഈ പാവത്തിന്റെ അടുത്ത് ഇതുള്ളൂ. അപ്പോൾ നല്ലവളാണെങ്കിൽ എന്താ പറയാ, ആരെപ്പം ഇങ്ങോട്ട് പൈസ ചോദിച്ച് ഇങ്ങോട്ട് കൊണ്ടാക്കി. ഇതല്ലേ പഠിച്ചു. നമ്മൾ ഇബാദത്തിന്റെ തലത്തിൽ നിന്ന് പഠിച്ചോ നമ്മൾ ചെയ്ത് കയറിയല്ലേ ആണോ അല്ലേ? നമ്മൾ ഇന്നാണല്ലോ ഈ കഴിഞ്ഞ പിന്നെ റമളാന് എത്ര നോമ്പായിരുന്നു? 29 പഠിച്ചോനെ അള്ളാ തറാബി 580 റക്അത്ത് ആയിട്ടുള്ളൂ. അള്ളാ പഠിച്ചോൻ്റെ എത്താ പിന്നെയും തെറ്റുപറ്റി. എന്ത് ഒരു ദിവസം കൂടി കൂടിയിരുന്നു നമുക്കത് 600 റക്അത്താക്കിയിരുന്നു. ഓ മനസ്സിലായില്ല. ചെറിയൊരു തെറ്റ് പഠിച്ചോൻ്റെ തെറ്റിപ്പോയി. കാരണം മാസം നേരത്തെ തന്നെ ഉദിപ്പിച്ചു. പിന്നെ ആ കാപ്പാട്ടൊക്കെ നിൽക്കണവരെ ഊരൊക്കെ ചവിട്ടണം. കാരണം അവർ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ദിവസം കൂടി കൂടിയിട്ട് 600 റക്അത്ത് ചെയ്ത് 580 റക്അത്തായപ്പോഴത്തേന് മാസം കണ്ടുപോയി. അപ്പൊ അവിടെ 500 ഒരു റക്അത്തിന് 70,000 റക്അത്തിന്റെ കൂലിയ. ഓ അല്ലാത്ത 70,000 റക്അത്തിന്റെ കൂലിയാണ് എന്തിന്? അപ്പൊ നമ്മൾ എന്നോട് ഒരുത്തന്നെ ഒരു എറണാകുളത്തുകാരൻ പറഞ്ഞു, ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉസ്താദ് പറയും ഒരു ഹർഫിന് പിന്നെ 10 ഹർഫിൻ്റെ കൂലിയാണ്. അപ്പം ഞങ്ങൾ രാവിലെ പള്ളിയിൽ ഇരുന്നാട് മുസാഫ് ഓതിയാണ്ട് ഒരു പേജ് ഓതി ഹർഫ് എണ്ണു. എന്നിട്ട് ഓരോരുത്തർ തമ്മിൽ പറയും എനിക്ക് പിന്നെ ഇത്ര കോടിയാണ്, മറ്റേ ഇത്ര കോടിയാണ്. കാരണം ഇത് മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ റായത്തിൽ ഇറങ്ങിപ്പോരാ. കാരണം ഒരു പേജ് ഓതിയിട്ടുള്ളെങ്കിൽ പോലും ഒരു ഹർഫിന് എന്തുണ്ട്, ഒരു ഹസനത്തുൽ അശ്രി അംസാലിയ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഏറെ. എന്നിപ്പോൾ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ത് 1000 ഹർഫ്. 1000 × 10 എത്രയായി? അറിയും മനുഷ്യന്മാരെ, 1000 × 1 ലക്ഷം. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്ക്. അപ്പം നമ്മൾ വലിയ റായത്തിലാണ് പോരണത്. എന്ത് പറയാൻ ഓരോ ഹർഫിന്. അപ്പം 10,000 അക്ഷരം ഖുർആൻ ഓതി 10,000 അവന് തോന്നാണ് എന്ത് ഇനിയിപ്പം എന്തായാലും വേണ്ടിയില്ല. കണ്ടവനൊക്കെ കുറ്റം പറയും, ആരെയും നിസാരപ്പെടുത്തും. ഞാൻ രാവിലെ 10,000 ഹർഫിൻ്റെ അളവിൽ ഞാൻ ഖുർആൻ അള്ളാഹ്ക്കോട് ഓതി കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇബാദത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ മേലെയാണ്. റബ്ബ് എന്ന ബേസേ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ആയത്ത്, ചില വീക്ഷണത്തിൽ 1-ാമത്തെ ആയത്ത്, ചില വീക്ഷണത്തിൽ 2-ാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തിന് ഉടനെ എക്സ്പ്ലെയിൻ വന്നു റബ്ബിൽ ആലമീൻ. റബ്ബോ അൽഹംദുലില്ലാഹി റബ്ബി അല്ലാഹിൽ ആലമീൻ ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നു. സ്ഥലത്തുണ്ടോ നിങ്ങൾ?
ഇങ്ങനെ പറഞ്ഞൂടെ? അൽഹംദുലില്ലാഹി റബ്ബ്, റബ്ബിനാണ് സർവസ്തുതി. അല്ലാഹുൽ ആലമീൻ, എല്ലാവരും ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹു. അങ്ങനെ പറയണോ? പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എന്ത് ഒരു കുറ്റം പോലെ ആയി പെട്ടെന്ന്. എന്ത് എന്ത് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹു തിരിഞ്ഞല്ലോ. അപ്പൊ ഉടനെ പറഞ്ഞു എന്ത്? അതെങ്ങനെ തിരിയാതിരിക്കണ്? റബ്ബുൽ ആലമീൻ, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ആളെ. രക്ഷ നമ്മൾ എല്ലാവരും തിരിയല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയാൽ റഹ്മത്തുള്ള കാസിമി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോളുന്നില്ല. അതേ സമയത്ത് ഇതാ മുഹമ്മദ് സാലിഹിൻ്റെ രക്ഷിതാവ് പറഞ്ഞാൽ എന്താ മുഹമ്മദ് സാലി അവിടുത്തെ കുട്ടിയാണ്, ആഷിമിൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ വേഗം തിരിയും. അത് അവിടുത്തെ കുട്ടിയാണ്. മനസ്സിലായേ? ഫാത്തിമാൻ്റെ ബാപ്പ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തിരിയും, റഹ്മത്തുള്ള കാസിമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോളുന്നില്ല. അപ്പോൾ ചില കുട്ടിയൊക്കെ തിരിയും, ടോളൊക്കെ കൂടുതൽ കാണുന്നവർക്ക് വേണമെങ്കിൽ തിരിയും. മറ്റേ ജ്യൂസ് പറഞ്ഞാൽ മതി. അപ്പോൾ ചില കുട്ടികൾ മേപ്പിട്ട് നോക്കും, ഓല അങ്ങനെ ടോൾ നോക്കാത്തതാണ്. അപ്പം അതേ സമയത്ത് ഫാത്തിമാൻ്റെ ഉപ്പ വന്നിട്ടുണ്ട്. ഫാത്തിമാൻ്റെ ഫാത്തിമാനെ അറിയാത്ത ഒരാളില്ല. ഫാത്തിമ ക്ലാസ്സിൽ എല്ലാവർക്കും അറിയും, ഹാഷിമിനെ എല്ലാവർക്കും അറിയും, സാലിനെ ആ സ്ഥാപനത്തിൽ ഉള്ളവർക്കൊക്കെ അറിയും. അള്ളാനെ തിരിയില്ല. ആരെ തിരിയും? റബ്ബിനെ തിരിയും. റഹ്മത്തുള്ള കാസിമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മേപ്പിട്ട് നോക്കും, റഹ്മത്തുള്ള കാസിമി. അപ്പം പരിചയപ്പെടുത്തും വേഗം. എന്ത്? ഫാത്തിമാൻ്റെ വാപ്പയാണ്. അൽഹംദുലില്ലാ, അള്ളാഹ്ക്കാണ് സർവസ്തുതി. അത് അപ്പം പരിചയപ്പെടുത്തി. എന്ത്? അപ്പം എല്ലാവർക്കും ഇതിനെ എന്നാ നീ വർത്താനില്ല. നിങ്ങളിവിടെ സ്ഥലത്തുണ്ട നമ്മക്ക് തിരിയുന്ന ആളാരാ? റബ്ബയുടെ ചങ്ങായി. നമ്മക്ക് തിരിയുന്ന ആളാണ് ആര്? എന്തുകൊണ്ട് പറയാം? എന്തുകൊണ്ട് പറഞ്ഞാൽ ഈ ക്ലാസ്സാണ് അവസാനിക്കും. എന്തുകൊണ്ടല്ല രക്ഷിതാവുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് നിർത്തി മലയാളം പറയട ചങ്ങായി. എന്തുകൊണ്ട്? രക്ഷ നിനക്ക് വേണ്ടാത്തൊരു മൈക്രോ സെക്കൻഡ് പോലും ഇല്ല. ഒരു സൃഷ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സ്വയം രക്ഷകനാകണം. ഒരു സൃഷ്ടിയും സ്വയം രക്ഷകൻ അല്ല. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, 7 ആകാശവും അവനെ തസ്ബീഹ് ചെയ്യും. എന്തുകൊണ്ട്? അവയുടെ രക്ഷകൻ. വൽ അർളു, ഭൂമി സദാ നേരവും അവനെ ഓർക്കും. വൽ അർളു, ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ജിക്കാഫുറ ഖുർആനാ, അല്ല കൂടരവിടലല്ല. ഈ ഭൂമിക്ക് സദാസമയം ഉള്ള പണി എന്താ? അള്ളാനെ ഓർക്കുക, അള്ളാനെ പറയാ. എന്തേ? അള്ളാഹു അവന്റെ ഈ ഭൂമിയുടെ സൂര്യന്റെ സദാസമയമുള്ള പണി എന്താ? അള്ളാനെ ഓർക്കുക, അള്ളാനെ പറയാ. എന്തേ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം തുസബ്ബിഹു ലഹു السماوات السبع والارض ومن فيهن وان من شيء ഇല്ലാ യുസബ്ബിഹു ബിഹംദി. അവനെ വാഴ്ത്താത്ത ഒരു വസ്തുവും. എന്തുകൊണ്ട്? ആ വസ്തുക്കളുടെ എല്ലാം രക്ഷകൻ അവനാണ് റബ്ബുൽ ആലമീൻ. അപ്പോൾ നമ്മൾ ചെയ്ത കുറവാണ്. എന്തുകൊണ്ട്? സദാ നേരവും അവൻ നമ്മെ രക്ഷിക്കുക. നമ്മൾ ഇബാദത്ത് ചെയ്തത് കുറഞ്ഞ. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് വരുന്നൊരു വയസ്സൊക്കെ ആയാലും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ലാസ്റ്റാന്ന് വിചാരിച്ചാൽ, ഇന്ന് കട്ടിൽ കയറി ഉറങ്ങുന്നതിന് മുമ്പ് എന്താ പറയുക? പടച്ചോനെ ഇന്ന് ചെയ്തതൊക്കെ അബദ്ധമായി, നന്മയാണെങ്കിൽ ചെയ്തിട്ടുമില്ല, അത് സ്വീകരിക്കുന്ന വിധത്തിൽ ചെയ്തു എന്നറിയില്ല, ഇത് മാപ്പാക്കണം. ഇത് പറയാതെ കിടക്കൂല. ആര്? മുഅ്മിൻ. കാരണം മുഅ്മിൻ കൊടുക്കുന്നത് ആർക്കാണ്? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കാൻ അടിക്കും. ആർക്കാ കൊടുക്കണത്? റബ്ബിനാണ്. റബ്ബിനടെ എങ്ങായി അള്ളാഹു. ഓരോന്നും ആ ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടത്. ഓട്ടോറിക്ഷയിൽ പോയി പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഓളെ കിട്ടിയാൽ പിന്നെ ഓട്ടോറിക്ഷക്കാരനാ? ഇന്നലെ വരെ എന്താ പറയാ, ആ ഓട്ടോറിക്ഷക്കാരൻ മമ്മദ് വന്നിട്ടുണ്ട്. ഇന്നോളെന്താ പറയാ, ജക്കാക്ക വന്നിട്ടുണ്ട്. ഇന്നലെ 5 മിനിറ്റ് അവിടെ ഓട്ടോറിക്ഷ നിർത്തിയ ഓളെന്താ അമ്മാനോട് പറയാ, ജക്കാക്ക വന്നിട്ട് നേരത്തിൽ. ആ ബേസ് തന്നെ നോക്കണ്ടുള്ളൂ. അള്ളാഹു നമ്മളോട് ബന്ധപ്പെട്ടത് ഏത് നിലക്കാണ്? രക്ഷകനെ നിലക്കാണ്. നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടുന്ന അള്ളാഹു നിലക്കാണ്. നമ്മൾ ചെയ്തത് എപ്പോഴും കുറവാണ്. അവൻ സദാസമയവും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മണ്ണിലേക്ക് പാക്കാക്കിയാൽ അവിടെ രക്ഷ വേണ്ട. അത് കഴിഞ്ഞ് മഹ്ശറിൽ കളിപ്പിച്ചാൽ അവിടെ രക്ഷ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഫിർദൗസ് കയറിയാൽ അവിടെ രക്ഷ വേണ്ട. ഒരു ദിവസം ഫിർദൗസിലൊക്കെ എല്ലാവരും കയറി കൂടിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, എന്ത് ഇതൊക്കെ എല്ലാ കാലം നിലനിർത്തണമെന്ന് എൻ്റെ പണ്ടത്തെ ആഗ്രഹം. ഇനി പോയി പാഞ്ഞു നോക്കിയാണ്. പോക്കാണ് ചത്താളി നടന്നു കഴിഞ്ഞു.
ഇന്ത്യ പറയാനോ അള്ളാഹു തആലക്ക് അധികാരമല്ലേ? നിങ്ങളാരും വില കൊടുത്ത് വാങ്ങിയതാ സ്വർഗം? നിങ്ങൾ ഉണ്ടാക്കിയതാ സ്വർഗം? ഇജ്ജ് ഉണ്ടാക്കിയതാണോ സ്വർഗം? ഇജ്ജ് വില കൊടുത്തതാണോ സ്വർഗം? അല്ല. അപ്പൊ നിങ്ങളൊക്കെ സ്വർഗത്തിൽ കയറിയാൽ നമ്മൾ തിന്ന് കുടിച്ച് അങ്ങനെ കഴിഞ്ഞൂടാ. അങ്ങനെ തേനും പാലും ഒക്കെ കുടിച്ച് അങ്ങനെ പെണ്ണുങ്ങളെയും കുട്ടിയാകും അങ്ങനെ കഴിഞ്ഞൂടാന്ന് വിചാരിച്ചപ്പോൾ അള്ളാഹ് പെട്ടെന്ന് വിസിലടി, വനക്കുകൾ വിസിലടിച്ചു. എല്ലാവരും അള്ളാഹിനെ അടുത്ത് കൂടാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്ത്? പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ഇനി സ്വർഗം ഉണ്ടാവുന്നതല്ല, സ്വർഗം ഞാൻ പിരിച്ചു വിട്ടു, നിങ്ങളൊക്കെ ചത്താണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അത് അള്ളാഹു പറയാൻ യോഗ്യനാണോ? അല്ലേ? യോഗ്യനല്ല പറഞ്ഞാൽ കാഫിറടാ, കാഫിർ. നിങ്ങൾ 3-4 താലി കെട്ടേരി സ്വർഗത്തിൽ കയറിയാണ്ട് പടച്ചനെത്താം. നിങ്ങൾ ആരടാ? പറഞ്ഞത് മനസ്സിലായോ? പിറ്റേന്ന് സ്വർഗം പിരിച്ചുവിടാൻ അധികാരിയാണ് ആര്? അല്ലാഹു. സ്വർഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് എന്ത് പറഞ്ഞത്? പിന്നെ ഇത് കാണിച്ചു തരില്ലുള്ളൂ, കിടക്കലൊന്നുമില്ല, പോയിക്കോളൂ കഴിഞ്ഞ. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ. സ്വർഗം ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇങ്ങോട്ട് സ്വർഗം ഇങ്ങോട്ട് വരിക, ഇത് അങ്ങോട്ട് പോകല്ല. എന്തേ? നിന്നോട് ഇഷ്ടം, അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടം. നിനക്ക് പറഞ്ഞു എന്തുകൊണ്ട് അവനെ ഓർക്കാത്തൊരു നേരം നിനക്ക് ഇല്ല. സ്വർഗം ഇങ്ങോട്ട്. സ്വർഗം അമേരിക്കയിലാണെങ്കിൽ നമ്മൾ കുടുങ്ങൂലേ? വിധിയൊക്കെ കഴിഞ്ഞു. ഇനി അള്ളാഹു എന്ത് പറഞ്ഞു? വാഷിങ്ടണിലാണ് സ്വർഗം, പോയിക്കോളി, ടിക്കറ്റ് തരൂല. അപ്പൊ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുമ്പോൾ ടിക്കറ്റ് കിട്ടാൻ. ഇവിടെയാണെങ്കിൽ നരകം ഒരു ഭാഗത്ത് ചൂടടിച്ചിട്ട് നിൽക്കാൻ വയ്യ. എന്ത് അള്ളാഹു തആല പറഞ്ഞൂടെ? എന്ത്? സ്വർഗം ഞങ്ങൾക്ക് എല്ലാവർക്കും വിധിച്ചിട്ടുണ്ട്, അവിടെ എത്തൂലല്ലോ. കുറെ ആളുകൾ നരകത്തിന്റെ ചൂട് തട്ടി ചത്തുകൊണ്ട്. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് സ്വർഗത്തിന് അള്ളാഹു തആല ഇങ്ങോട്ട് വരും. അങ്ങനെ നടത്തൂല. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? സ്വർഗത്തിലേക്ക് അള്ളാഹു നിന്നെ നടത്തൂല, ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതൊക്കെ ചെയ്ത റബ്ബിനെ എതിരും ചെയ്തൂടെ? പോയി പണി നോക്കിയടാ. എന്തേ അങ്ങനെ ചെയ്താൽ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതും ചെയ്തൂടെ അള്ളാഹു തആലക്ക്? എന്നൊക്കെ പറഞ്ഞത് എന്തേ അതും ചെയ്തൂടെ? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ബാപ്പ നെല്ലുണ്ടാക്കും, വാഴ ഉണ്ടാക്കും പണ്ട്. അപ്പോൾ ക്ഷാമകാലം പണ്ട് ഒരു 40 കൊല്ലം മുമ്പുള്ള കഥ പറയും ഞാൻ. അപ്പോൾ ബാപ്പാൻ്റെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ബാപ്പ അവിടുത്തെ പല മലഞ്ചരക്ക കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. പിന്നെ വള്ളം ഇട്ടിട്ടില്ല, പിന്നെ പണിക്കാർക്ക് കൂലി കൊടുത്തില്ല. ഒരു 10,000 ഉറുപ്പിക എടുക്ക് പണ്ട്. അപ്പോൾ ഈ പൈസ വാങ്ങിയിട്ടാണ് ബാപ്പ പൂള വാഴ ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓനാണ് കൊടുക്കുക. ബാപ്പ കണക്കൊരാൻ നിൽക്കൂല. എന്തുകൊണ്ട്? സാധനം കൊടുത്തേക്കും. പിന്നെ കുഞ്ഞാനെ സാധനം കൊടുത്തേക്കുണ്ട്, കൊടുത്തേക്കും. അത് തൂക്കിയിട്ട് മറ്റേ ആൾ കണക്ക് അവിടെ എഴുതിക്കും. ബാപ്പ കണക്ക് പറയാൻ പോകില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കണക്ക് പറഞ്ഞാൽ സാധനം 8,000 ചില്ലാനത്തിനുണ്ടാവുള്ളൂ. ഇനി അവിടുന്ന് എന്ത് ചെയ്യണം? 1000 രൂപ അവിടെ കൊടുത്തു പോരണം. അതിന് വാപ്പാൻ്റെ കയ്യിലില്ല. അപ്പം പിന്നെ കണക്കൂട്ടോ എന്ന് പറയും. പിന്നെ രണ്ടാളും ഒപ്പം ഒറ്റ കുത്തിരിക്കുമ്പോൾ കണക്കൂട്ടും. അപ്പോൾ പിന്നെ പുതിയ വെള്ളം അയച്ചുണ്ടാവും. എന്നുവെച്ചാൽ 2,000 രൂപ കൊണ്ട പിന്നെ കാണുമ്പോൾ ജനലം കഴിഞ്ഞ് നമ്മളും നമ്മളെ ഇബാദത്ത്, അള്ളാഹ് നമ്മളെ രക്ഷിച്ചതും നമ്മളെ ഇബാദത്ത് ചെയ്തതും കുഞ്ഞാനും ബാപ്പയും നമ്മളെ കണക്കിൽ കണക്കൂട്ടി വെക്കാം. കുഞ്ഞാൻ എന്ത് പറഞ്ഞു? പിന്നെ അതിൻ്റെ ബില്ല് ഞാൻ കൊടുത്തേക്കട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ വാപ്പ പറയാം, ബില്ലൊന്നും ഇപ്പൊ തരില്ല. അള്ളാഹ് പറയാണ് എന്ത്? നിന്നെ ഞാൻ രക്ഷിച്ച കണക്ക് ഇത് നമ്മൾ തമ്മിലല്ലേ ഇത്ര പെട്ടെന്ന് കണക്കൂട്ടണ്ടേ? ആവശ്യമില്ലല്ലോ എന്നല്ലേ പറയണ്ടേ? എന്തുകൊണ്ട്? അവൻ രക്ഷിച്ചത് തിരിച്ചു കൊടുക്കാൻ നമുക്ക്. അവ കുഞ്ഞാനോട് എന്റെ വാപ്പ പറയും പോലെ കുഞ്ഞാൻ പറയും, അതാ ബില്ല് ഞാൻ കൊടുത്തേ. അപ്പൊ എന്താ പറയാ? എന്തിനാ ബില്ല്? അതൊക്കെ പിന്നെ കൂട്ടിക്കൊള്ളാ. എന്തുകൊണ്ട്? കണക്ക് കൂട്ടിയാ കുടുങ്ങി വാപ്പ. കഴിഞ്ഞ ഒരു കൊല്ലം തന്നെ കടയില്ലേ ആ ചേരെ ബാക്കിയുള്ള പൈസ എടുക്കി മനുഷ്യന്മാരെ അടിക്കറ മഴ കിട്ടില്ലേ? അപ്പൊ ബാപ്പം ഓന്റെ മുന്നിലാണ് നല്ല ആളായി. എന്ത് സാധനം കൊടുത്തയച്ചു, കണക്കൊക്കെ നമുക്ക് പിന്നെ കൂട്ടാം. ഇപ്പൊ വലിയ ആളായി. മനസ്സിലായില്ല? ഓനും അറിയാത്ത വളവാണ്. അതേ സമയത്ത് 10,000 ആണ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. 12,000 സാധനം ഉണ്ടെങ്കിൽ ബാപ്പന്നെ വിളിച്ചു പറയും. എന്ത്
അതിന്റെ ബില്ല് കൊടുത്തേക്ക് കിട്ടോ. ബില്ല് കൊടുത്തേക്കുന്ന ബില്ല് കൊടുത്തേക്കുന്നല്ല അതിന്റെ ബാക്കിയുള്ള പൈസയും കൊടുക്കുന്ന അത് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ബളവനാകണം. അപ്പ അതന്നെയല്ലേ നമ്മളെന്താ പറയുന്നത്? നമ്മൾ നിസ്കരിച്ചാ പിന്നെന്താ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ് എന്താ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നമ്മക്ക് അടവാക്കാൻ കഴിഞ്ഞില്ലട്ടാ, അത് അടവാക്കാൻ കഴിയൂല. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അള്ളാഹു തആലക്ക് അത് മതി. എന്ത് ആയിക്കോട്ടെ, എന്നാലും ഓന്റെ കയ്യിൽ അടവാക്കാൻ കഴിഞ്ഞില്ല എന്നോന് തോന്നിയാലോ? എടാ, അള്ളാഹിനെ രക്ഷകനെ നിലക്ക് നോക്കണം. ഇബാദത്തെ നോക്കി അജ്ജ് തഹജ്ജുദ് നിസ്കരിച്ചാൽ അറിയാം എന്ത് തഹജ്ജുദട ചങ്ങായി. എടാ, തഹജ്ജുദ് നിസ്കരിക്കാതെ കടന്നുറങ്ങിയവൻ മുത്തക്കയായിരിക്കും, ഈ ജാമുക്കുമായിരിക്കും. കാരണം ഈ തഹജ്ജുദ് എണ്ണുക എന്നിട്ട് വലിയ ആളാകുക. മറ്റോ ഉറങ്ങിയില്ല, ഉറങ്ങി എന്നാലും എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? എൻ്റെ റബ്ബിന് ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല. ഞാൻ എൻ്റെ റബ്ബിനൊന്നും ചെയ്തിട്ടില്ല. ഓൻ ഒരു തറാവീഹ് എണ്ണീറ്റില്ല, ഓൻ ഓതിയത് എണ്ണീറ്റില്ല. ഓൻ 1.5 ലക്ഷം പെണ്ണ് കോടീശ്വരിയായ പെണ്ണിൻ്റെ കായലിലേക്ക് കൊണ്ടുവച്ച് കരയുന്ന ഭർത്താവിനെ പോലെയാണ്. മനസ്സിലായില്ല? നിനക്കനുസരിച്ച് ചെയ്യാൻ എനിക്ക് ഇതാണടാ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ, നീ അർഹതപ്പെട്ട വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് കഴിയൂല. അതാണ് മുഹമ്മദ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നമ്മളൊക്കെ വിഡ്ഢികളാണ്, പമ്പരുഡ്ഢികളാ. നീ അകപ്പെട്ടവനാ. എന്തേ? നീ ഇബാദത്തിന് എണ്ണിയോനാ, നീ നല്ലവനായി ഗണിച്ചോനാ, അകപ്പെട്ടോനാ. അതാണ് അകപ്പെടൽ. നമ്മളെ ഗണിക്കാൻ നമ്മൾ ആരാണ്? എടാ, എനിക്ക് മരിച്ചുകൊണ്ട് കരഞ്ഞ ഒരാളെ പേര് പറഞ്ഞുതരാം. പൊട്ടി 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 കരഞ്ഞു മരിച്ചു. അങ്ങനത്തെ ഒരാളെ പേര് പറഞ്ഞുതരാം. പറയട്ടെ, ഒരാളെ പറഞ്ഞുതരാം. ചരിത്രം പിടിച്ചോ. പൊട്ടി പൊട്ടി കരഞ്ഞു മരിച്ച ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞുതരാം. ഈ മനുഷ്യന്റെ ആളുകൾ അങ്ങളൊക്കെ അതാരാന്നറിയും? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. കാര്യമൊക്കെ എടുത്തോക്ക്. കരഞ്ഞു മരിച്ചു. കാരണം റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാൻ കഴിയൂല. പൊട്ടി കരഞ്ഞ് മരിച്ച ഒരു മനുഷ്യന്റെ കഥ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട ഇബ്ൻ മസ്ഊദ, അബ്ദുല്ലാഹ് ഇബ്ൻ മസ്ഊദ, അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ മനുഷ്യൻ പൊട്ടിക്കരിഞ്ഞ് മരിച്ചതാണ്. കാരണം അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാൻ യോഗ്യതല്ല. കാരണം മനസ്സിലായില്ല? ഓൻ്റെ സാധനം കൊടുത്തയച്ചിട്ട് വൈകുന്നേരം പോയി കണക്കൂട്ടാൻ എൻ്റെ വാപ്പാക്ക് യോഗ്യത ഇല്ല. കാരണം ഓൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയത്, പൈസ വാങ്ങിയത് 10,000, ഓന് സാധനം കൊടുത്തത് 5,000. അപ്പൊ കണക്ക് കൂട്ടാൻ യോഗ്യത വാപ്പാക്ക് ഇല്ല. ഇപ്പം നമ്മളെല്ലാവരും പറയേണ്ട മീസാനിൽ എടുത്തേക്കാണ്. നമ്മൾ പറയണത് ഇൻ്റെതൊന്നും വെച്ച് മീസാൻ നമുക്ക് വെക്കണ്ട പടച്ചോനെ, അതിന് മാത്രമൊന്നും ഇൻ്റെതൊന്നും ഉണ്ടാവില്ല. ഇന്റെ കണ്ടുക നിന്നു, അതല്ലേ പറയേണ്ടത്, അതല്ലേ പറയുക, അതല്ലേ മുഅ്മിനീങ്ങൾ പറഞ്ഞ്. നമ്മളൊക്കെ വിചാരിക്കണം എന്താണെന്നറിയോ? നമ്മളതൊന്നും ഒരു തൂക്കിയാൽ മതിയാവില്ല. അങ്ങനെയാണല്ലോ. കിൻഡൽ ചാക്ക് വെള്ളിക്കോൽമ തൂക്കിയാൽ കഴിയോ? വെള്ളിക്കോലിൻ്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 കിലോനാണ്. വെള്ളിക്കോൽ നീട്ടുണ്ടെങ്കിൽ ആ വെള്ളിക്കോൽമ പരമാവധി എത്ര തൂക്കും? 20. കിൻഡൽ ചാക്ക് കിൻഡലുമാണ് എങ്കിൽ പിന്നെ ഈ ചാക്ക് എത്ര വട്ടം? 5 വട്ടെങ്കിലും തൂക്കേണ്ടി വരൂലേ? അങ്ങനെ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ നിസ്കരിച്ചോ, നോമ്പ് വെച്ചതും സദഖ കൊടുത്തതും പിന്നെ സക്കാത്തും ഹജ്ജും തറാവിയും വിത്തറും ദുഹയും എല്ലാം കൂടി കൂട്ടിയാൽ അള്ളാൻ്റെ റാട്ട കുഴങ്ങിപ്പോവും. അപ്പോൾ അള്ളാഹു തആല മലക്കൾ തന്നെ പറയും, ഇതിൻ്റെ അമുക്കേ ജി ഞങ്ങൾക്ക് പണി ഉണ്ടാക്കിയല്ലോ, എത്രയാണ് എൻ്റെ ഇബാദത്ത്. അപ്പോൾ FIR പറയും. എന്താ FIR? ലഖദ് കുന്ത ഓദട ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. എൻ്റെ അടുക്കൽ എല്ലാം ചെയ്തു തന്ന രക്ഷകനായ എൻ്റെ അടുക്കൽ വരേണ്ടി വരും എന്നതിനെക്കുറിച്ച് നീ ഭൂമിയിൽ അശ്രദ്ധനായിട്ടാണ് ജീവിച്ചത്. അശ്രദ്ധരല്ലേ നമ്മളൊക്കെ? ഞാൻ അശ്രദ്ധന ആണോ? അല്ലേ? ഒക്കെ അശ്രദ്ധന. ഇടയ്ക്ക് അവിടുന്ന് മൊല്ലാക്ക പറയുമ്പോൾ അപ്പോഴും നമുക്ക് ആരല്ല മനസ്സിൽ? അല്ലാഹു അല്ല മനസ്സിൽ. ഈ ആഴ്ച ഞാനൊരു കിതാബ് ഇങ്ങനെ പഠിച്ചപ്പോൾ അതിലൊരു വിശദീകരണം കൊടുത്തോട്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ കൊടുത്തൊരു വിശദീകരണം ഞാൻ കണ്ടു. ഒരു ദിക്റിൻ്റെ സമയത്ത് ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളെ ഓർത്താൽ അയാൾ ആ ദിക്റിൻ്റെ സവാബിനോ അതിൻ്റെ ഫലത്തിനോ അർഹനാവുകയില്ല. അപ്പോൾ ഈ ദിക്ർ കുറച്ചാലും വേണ്ടില്ല, ചെയ്യുന്നത് ആരെ ഓർക്കണം? അല്ലാഹ്. ഒരു നിസ്കരിക്കുന്ന നേരത്ത് വേറെ ഭൗതികമായ ചിന്ത വന്നാൽ നിസ്കാരത്തിന് നീ അർഹനാവില്ല.
ബാക്കിയൊക്കെ അവൻ്റെ മൗഫിറത്താണ്, അഫുവാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇബാദത്തെന്ന തലത്തിൽ നമ്മൾ എന്താണെങ്കിൽ ഇപ്പം ഇന്ന് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചു, എന്നിട്ട് കുറച്ച് ദ്വാർന്നു, പിന്നെ ബാങ്ക് കൊടുത്തു, ഉത്തരം ചെയ്തു, പിന്നെ നമ്മൾ ജമാഅത്തായി, അതിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ നമ്മൾ സുബഹി നിസ്കരിച്ചു, പിന്നെ കുറേ ദിക്റില്ലേ, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾക്ക് ഇഷ്റാഖ് നിസ്കരിച്ചു, ഇനിയിപ്പോൾ നമ്മൾ ദുഹ നിസ്കരിക്കും, മനസ്സിലായോ? അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വെച്ച് നോക്കിയാൽ നമ്മൾ ചെയ്തത് ഏറെയാണ്. ഇബാദത്തിൻ്റെ തലത്തിൽ അള്ളാഹ് എണ്ണാനേ പാടില്ല. ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ, റബ്ബി എന്ന തലത്തിൽ എണ്ണണം. അപ്പോൾ അവൻ അർഹത ഉള്ളവനും നമ്മൾ ബാധ്യതയുള്ളവരുമാണ്. മനസ്സിലായില്ലേ? കാരണം നമുക്ക് അള്ളാഹു നൽകുന്ന രക്ഷ ഓരോ സെക്കൻഡിൽ എന്താണോ അല്ലേ? എന്താ പടച്ചോനെ, എന്താണ്? ചില മഴയൊക്കെ പെയ്യുന്ന നേരത്തെ തോന്നിപ്പോവും, പൊരന്ന് പൊളിഞ്ഞോടും, ഒന്നും പറ്റില്ല, ഒന്നുമില്ല. പരപ്പനക്കാടിക്കാർ ചെറുപ്പക്കാർ കഴിഞ്ഞ 8 മാസം മുമ്പ് എന്നെ ഒരിക്കൽ അവരെ വഞ്ചി കയറ്റിയിട്ട് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈകുന്നു ഞാൻ നിർത്തി തിരിച്ചു പോകാറുണ്ട്. എന്തുകൊണ്ട്? എന്താ പറയുക, മൗജും കൽ ജിബാൽ എന്ന് പറയും പോലെ തിരമാലങ്ങോട്ട് കയറിയിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് കടൽ അങ്ങനെ പരിചയമില്ലല്ലോ. പിന്നെ ഞാൻ ഓർത്തു, ഇവരെ പണിയുന്നതല്ലേ, ഇവരെല്ലാവരും മുങ്ങിയിട്ടില്ലല്ലോ. മനസ്സിലായില്ല? പരപ്പനങ്ങാടിക്കാർ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും. അവരിന്നെ ഉൾക്കടലിലേക്ക് നമുക്ക് അവിടെ കടൽ പോയിട്ട് മീൻ പിടിക്കാം, അവിടുന്ന് എന്തെങ്കിലും നമുക്ക് നല്ലത് കാണാം, ഒരു പോകുക സ്ഥലം. ഞാൻ പോയി കപ്പലിൽ വഞ്ചിയിൽ കയറിയിട്ട് കുറച്ച് ദൂരം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മടങ്ങി പോകണം. ആവൂല. എന്ത്? 2 കാരണം കൊണ്ട്. അല്ല പടച്ചോനെ, എന്ത് ഉസ്താദ്, വേണ്ട, എനിക്ക് അങ്ങനെ കടൽ കൂടുതൽ കാണണ്ടേയില്ല, തിരിച്ചു മടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പം കടൽ കുറച്ച് ശാന്ത, പക്ഷെ എനിക്ക് ശാന്തല്ല. ഇവർക്ക് ആട്ടിമറിയുന്ന തിരമാലകൾക്കടിയിൽ പോയിട്ട് മീൻ പിടിച്ച് വരിക. ആ മീനാ ഞാൻ തിന്നത്. എന്നിട്ട് ഓർക്കൊന്നും പറ്റിയില്ല. രക്ഷിച്ചു ആര്? അല്ലാഹു. ഞാൻ പിന്നെ ഓരോരൊരു മറുപടി പറഞ്ഞു, എന്തേ? നിങ്ങളെ പടച്ചോൻ രക്ഷിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ പോണവരാ, ഇന്നെ രക്ഷിച്ചോളന്നില്ല, ഞാൻ കുതിര വിടാൻ പോവുക. എനിക്ക് അപ്പോഴും അങ്ങനെ തോന്നി, പിന്നെയും തോന്നി ഞാൻ ചെയ്തതാണ് ശരി. കാരണം വെറുതെ കുതിര വിടാൻ പോകുന്നവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും അള്ളാഹ്ക്കില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കാൻ പോണ വഞ്ചിക്കാരെ അള്ളാഹു സംരക്ഷിച്ചേക്കും. പറയാം, അങ്ങനെ തന്നെയല്ലേ? അതാണ് എൻ്റെ ലോജിക്കത. ഞാൻ തിരിച്ചു വന്നു. ആ തിരിച്ച് എനിക്ക് പശ്ചാത്താപമില്ല, ഞാൻ ചെയ്യേണ്ട അതാണ് എൻ്റെ വിശ്വാസം. ഇവരൊക്കെ അള്ളാഹു സംരക്ഷിക്കുക. മനസ്സിലാവേണ്ട പറഞ്ഞ് ചിന്തിക്കുക. അവരൊക്കെ സംരക്ഷിക്കുക. കുടുംബം പോറ്റാൻ പോവുക. തകഴിയുടേതാണെന്ന് തോന്നുന്നു, വയലാറിൻ്റെതായിരിക്കും ആ പാട്ട്. അരയത്തി പെണ്ണ് പിഴച്ചു പോയി, അവനെ കടലമ്മ കൊണ്ടുപോയി, അങ്ങനെ ഒരു വാക്കുണ്ട്. വയലാറിൻ്റെ പാട്ടാണ് എൻ്റെ ഓർമ്മ. ഒരു 50 കൊല്ലം മുമ്പെങ്കിലും ഇറങ്ങിയൊരു പാട്ടായിരിക്കും അത്. അരയത്തി പെണ്ണ് പിഴച്ചു പോയി, അവനെ കടലമ്മ കൊണ്ടുപോയി എന്നൊരു പാട്ടുണ്ട്. എന്താ പാട്ടിൻ്റെ ആശയം? വളരെ വലിയ ആശയമാണ്. ആശയം അത് ശരിയാ. ഈ പാട്ടിന് സമാനമായ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? വീട്ടിലിരിക്കുന്ന പെണ്ണിൻ്റെ ദുആ, ജോലിക്ക് പോകുന്ന എൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ അതൊക്കെ ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പോവുകയാണ്, അവനെ സംരക്ഷിക്കുക. എന്തുകൊണ്ട്? അപ്പോഴേ ആ കുടുംബത്തിന് ഭക്ഷണമുള്ളൂ. അങ്ങനെ കോടാനക്കോടി ആളുകളെ സംരക്ഷിക്കുകയാണ്. ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയാൽ കള്ളൂടി തുടങ്ങി, എന്നിട്ട് അള്ളാഹു സംരക്ഷിക്കും. എപ്പോഴെങ്കിലും 10,000 ഫ്ലൈറ്റിൽ ഒന്നുപോലും വീഴൂല. ആണോ അല്ലേ? ഒരു ഫ്ലൈറ്റിൻ്റെ ഈ അടുത്ത ദിവസം ഒരു ഫ്ലൈറ്റിൻ്റെ പെയിൻറ്റിനെ കുറിച്ചുള്ള ഒരു പഠനം ഞാൻ വായിച്ചു. പഠനത്തിൽ പറയുന്നത് ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു വലിയ ഫ്ലൈറ്റ് ആണെങ്കിൽ അതിന് 500 കിലോ പെയിൻ്റ് ഉണ്ടാവും. അപ്പം 5 കിൻഡലാണ് എന്തുള്ളത്? പെയിൻറ്റ്. ഒരു വലിയ ഫ്ലൈറ്റിന് 500 കിലോ പെയിൻ്റ് ഉണ്ടാവും. അതായത് പെയിൻറ്റ് മാത്രം എത്ര? 5 ടൺ, 5 കിൻഡൽ പെയിന്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഇരുമ്പ് എത്ര ഉണ്ടാവും? പിന്നെ സാധനം എത്ര ഉണ്ടാവും? പിന്നെ ഓരോരുത്തരും ഓരോ കിൻഡലുള്ള കിൻഡൽമാന്മാരായി കയറണത്. പിന്നെ അവരെ ലഗേജ് വേറെ ഒരു 200 ടണ്ണൊക്കെ ഉണ്ടാവും. ചില വലിയ ഫ്ലൈറ്റുകൾ, കോൺകോഡ് ഫ്ലൈറ്റ് ഒക്കെ 200 ടണ്ണ്.
നമ്മൾ ഒരുത്തന് തീരെ ബലല്ലെങ്കിൽ അവനെ പറയണം എന്ത്, ഇതെന്താ കാറ്റിനെ പോലെ. മനസ്സിലായില്ല? ഊതിയ പറക്കോളേജ് കാറ്റിനെ പോലെ. ഈ കാറ്റിനെ കൊണ്ടാണ് അല്ലാഹു തആല ഇവനെ വഹിപ്പിച്ചത്. അവനാണ് ആര്? അല്ലാഹ്. എന്നിട്ട് അതിൽ കയറിയിരുന്ന പിന്നെന്താ അടുത്ത പരിപാടി? എന്താ അടുത്ത പരിപാടി? കള്ളുടി. ഞാൻ ജിദ്ദേന്റെ ഫ്ലൈറ്റിന് പോരാ ഒരിക്കൽ. അപ്പൊ പ്രശ്നം എയർ ഹോസ്റ്റത്തുമായി വരുത്തും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അയാൾ ഒരു പെഗ് കൊടുത്തു കള്ള്, അത് കുടിച്ചു. പിന്നെ അയാൾ അടുത്ത പെഗ് ചോദിച്ചപ്പോ എയർ ഹോസ്റ്റത്ത് പറഞ്ഞു അടുത്ത പെഗിന് പണം വേണം. അപ്പൊ ഇയാൾ പറഞ്ഞു ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ്, അവര് മദ്യപിക്കൂല, അവർ എന്റെ സഹയാത്രികരാ, ഇവർക്കെല്ലാം ഓരോ പെഗ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്റെ സഹയാത്രികരുടെ അളവ് കൂടി കുടിക്കാൻ എനിക്ക് അറിയാനുണ്ട്, എനിക്ക് അടുത്ത പെഗ് വേണം. ഞാൻ പൈസ തരൂല, എന്റെ സഹയാത്രികർ മുസ്ലിങ്ങളാ, അവര് കള്ളു കുടിക്കൂല. ഈ ഓരോരുത്തർക്കും പെഗ് കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ടല്ലോ, നിങ്ങൾ ടിക്കറ്റിൽ അതൊക്കെ ഉൾപ്പെട്ടിട്ടില്ലേ? ഇത് തല്ലുണ്ടാക്ക എന്തിന്? അപ്പഴും പറക്ക ഈ 200 ടണ്ണ് ആരാ സംരക്ഷിച്ചത്? അല്ലാ. 10,000 ഫ്ലൈറ്റിൽ ഒന്ന് വീഴില്ല, സംരക്ഷിക്കുന്നവൻ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ നമ്മൾ അവന്റെ രക്ഷ എന്ന അളവെന്നാണ് വായിക്കേണ്ടത്. നമ്മുടെ ഇബാദത്തിന്റെ അളവെന്ന് വായിച്ചാൽ നമ്മൾ കവറജത്തു, നമുക്ക് തോന്നും കിബ്റോ. മനസ്സിലായില്ല? ഇബാദത്തിൽ നിന്ന് അള്ളാഹുലേക്ക് ചിന്തിച്ചാൽ കിബ്റ് വരും. അപ്പോൾ ഞാൻ ആകാശ ലോകം മുഴുവനും സുജൂദ് കൊണ്ട് നിറച്ചവനാണ് എന്ന അഹങ്കാരത്തിൽ നിന്നാണ് ഇബ്ലീസ് അള്ളാഹിനോട് സംസാരിച്ചത്. ഓൻ കാഫറായി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നതിൽ നിന്നാണ് ആദം സംസാരിച്ചത്. ആദം മുഅ്മിനീങ്ങളുടെ നേതാവായി, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. പറഞ്ഞു നോക്കിയാൽ തെറ്റ് ചെയ്തത് മനസ്സിലായില്ല. പഴത്തേക്ക് അടുത്തത് ആദം നബിയാ. മറ്റൊരു വർത്താനം പറഞ്ഞേ ഉള്ളൂ, ഓന് ഒഴിയും ചെയ്യാം. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾ പഴം പറിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ ആർക്ക് പറയാം? ഇബ്ലീസിന് പറയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവിടെ എന്താ ആദം നബി അല്ലാഹു തആല തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വേദന അർഹതയില്ലായ്മ വായിച്ചത്. അർഹതയിൽ നിന്നാണ് ആര് വായിച്ചത്? നമ്മളൊക്കെ സ്വന്തം അർഹതയിൽ നിന്നാണ് അള്ളാഹുവോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർഗം നിലവിൽ ആരുടെ മാർഗമാണ്? ഇബ്ലീസിന്റെ മാർഗമാണ്. നിലവിൽ നമ്മൾ ഇബ്ലീസിന്റെ മാർഗത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആദം അനർഹനാണ്, അപ്പോൾ അള്ളാഹു അർഹനാക്കി. ഇബ്ലീസ് അർഹനായതുകൊണ്ട് അള്ളാഹു അവനെ അനർഹനാക്കി. ഒന്നുകൂടി പറയാം, ആദം അനർഹനായതുകൊണ്ട് അള്ളാഹു ആ ആളെ അർഹനാക്കി. ഇബ്ലീസ് അർഹനായി വായിച്ചതുകൊണ്ട് അള്ളാഹു അവനെ അനർഹനാക്കി. അൽ ഫാത്തിഹ.